ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു പോഡ്കാസ്റ്റ്. ഇവിടെ നമ്മൾ റാൻഡമായിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വന്ന് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഈ പരിപാടിയുടെ മെയിൻ ഒരു ഐറ്റം. പക്ഷേ ഞാൻ മൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് മൈക്ക് എടുത്തില്ലടെ, അതിന് പകരം ഞാൻ ഈ മൈക്ക് വെച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ച്. എന്തിനാണെങ്കിലും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഷുഡ് ബിഹേവ്. മാരാറല്ല പറഞ്ഞത്, ഞാനാണ്. മാരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ നന്ദഗോപാൽ മാരാർ, പൊളിറ്റീഷ്യൻസ് ഷുഡ് ബിഹേവ് എന്ന് മറ്റേ നരസിംഹത്തിൽ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഷുഡ് ബിഹേവ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ എന്തു തുറന്നാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഒരു UK എന്തൊരു കൊണ്ടുപോയിട്ട് മറ്റേ ജോലി കൊടുക്കുക, പഠിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കാശും മേടിച്ചുകൊണ്ട് പോയിട്ട് പറ്റിച്ചെന്നുള്ളൊരു സംഭവം കേട്ടിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ തട്ടിപ്പിൻ്റെ ഒരു മെഗാ ഷോറൂമായി നടക്കുകയാണ് ഇപ്പം. പക്ഷേ അതല്ലാത്ത ഒരുപാട്, സത്യം പറഞ്ഞാൽ ഈ 2025 തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്, ഗൈസ്. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വളരെ 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 ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ന്യൂസിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് ദിസ് ടൈം ടു സേ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. എനിക്ക് ഒന്നും അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, മറ്റേ ഒരു ഫുൾ ഫാമിലിയെ തന്നെ ഒരു പയ്യൻ അതിക്രൂരമായി എന്തെങ്കിലും ആവട്ടെ. May the souls rest in peace. എനിവേസ്, പക്ഷേ ഞാൻ അതല്ല പറയാൻ വന്നത്. ഞാൻ വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലുള്ള കുറേ എണ്ണത്തിന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനാണ്. ഞാൻ നേരത്തെ ന്യൂസ് അത് പറയാൻ വരെയാണ്. മറ്റേ വിസ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും, പുള്ളിക്കാരിയുടെ കൂട്ടുകാരനാണെന്ന് എന്തിരുന്നൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് ഈ സാധനം പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ അവന്മാർ ത്യാച്ച് ആർക്ക് പോയി? ആ പ്രൊമോട്ട് ചെയ്ത ചാച്ചിക്കും പോയി, ആ കാശ് കൊടുത്തവരെ കയ്യിൽ നിന്നും പോയി. കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശാണ്. എന്തിനിടെ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞ് മടുത്ത് മരവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഹാസ് ചെറിയ തോതിലല്ല, വലിയ തോതിൽ നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തൊക്കെ വേണം ഒരു സാധനം ആൾക്കാരിലോട്ട് പറയേണ്ടത്. അതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ. ഇതിപ്പോൾ മറ്റേ ഞാൻ മെയിൻലി വരുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തായിരിക്കും? ഗെയിമിങ് ആപ്സ്. ഗെയിം കളിക്കൂ, കാശുണ്ടാക്കൂ, 10 രൂപ കൊടുക്കൂ, 20 രൂപ കിട്ടൂ. ആരാണ് 10 രൂപ കൊടുത്തിട്ട് 20 രൂപ തരണത് ഈ കാലഘട്ടത്തിൽ? ഞാൻ കാര്യമായിട്ട് ചോദിക്കും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ എന്തായിരുന്നു, ബില്യൺ ബീസ് എന്നെന്തോ പറയുന്ന ഒരു കമ്പനി, അവന്മാർ കുറേ 150 കോടി രൂപ എന്തോ നാട്ടുകാർ തട്ടിക്കൊണ്ട് പോയടെ. ഏതോ ഒരു ചേച്ചി 1 കോടി രൂപയൊക്കെയാണ് കൊടുത്തേക്കണം. അത് സംഭവം എന്ന് പറഞ്ഞാൽ മാസം തോറും 30,000 50,000 കൊടുക്കാം തിരിച്ചു കൊടുത്ത്. 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പെർ മന്ത് നിങ്ങൾക്ക് 50 രൂപ കിട്ടുമെന്ന്. നല്ല ഏർപ്പാടല്ലേ? 10 ലക്ഷം രൂപ കൊടുത്താൽ മതി, 50,000 രൂപ ഓരോ മാസം കിട്ടും. എത്ര ലക്ഷം രൂപയായി? സുഖമല്ലേ? കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അതൊന്നും നടക്കില്ല. ഈ ലോകത്തിൽ ഒന്നും ഈസി ആയിട്ട് കിട്ടൂല. ഞാൻ പഠിച്ച പാഠമാണ്. ഒരുത്തൻ വന്നിട്ട് പറയണ്ടേ, നീ എനിക്ക് 1 ലക്ഷം രൂപ തന്നാൽ ഞാൻ നിനക്ക് 2 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉണ്ടല്ല, അടിമുടി ഒന്ന് 3-4 പ്രാവശ്യം നോക്കിയിട്ട് ഞാൻ എന്താണ് പൊട്ടനാ എന്ന് ചോദിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. There is no easy way to success. There are plenty of easy way to success. പക്ഷേ ആ വേ ഹാസ് കോൺസിക്വൻസസ്, ഗൈസ്. ഞാൻ പറഞ്ഞ ഈ ഈസി വേ ടു സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസി വേ ടു മേക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ 10,000 കൊടുത്തിട്ട് 15,000 കിട്ടുക. നിങ്ങൾ ഗെയിം കളിക്കൂ ഗൈസ്. നിങ്ങൾ ഗെയിം കളിച്ച് നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് മണ്ടയിൽ പ്ലെയിൻ എത്തി, അവിടെ നിന്ന് പ്ലെയിൻ ചാടിപ്പോയി, അപ്പം നിങ്ങൾക്ക് കാശ് കിട്ടി എന്നൊക്കെ പറയണ തൊലിഞ്ഞ കുറേ കളികൾ കളിക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നവരടുത്താണ് പറയുന്നത്. കാശ് നിൻ്റെ ഒന്നും അല്ല, മനസ്സിലായ?
നിനക്ക് ആ ബ്രാൻഡ് 10, 20, 50, 1 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും 7 ലക്ഷവും ഒക്കെ ഓഫർ ചെയ്ത് തരുന്നത് മറ്റുള്ളവരുടെ കാശ് എടുത്ത് കളിക്കാൻ വേണ്ടി അല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ സ്മോൾ പരിപാടി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫേമസ് ആയ ആൾക്കാരാണെങ്കിൽ, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്സ്, മോറല്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ വന്നിരുന്ന് തന്തവായി പഠിക്കണയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കണ്ടവന്മാരെ കാശെടുത്ത് കളിക്കാതെ. ഏത് ഗെയിമാണ്? ഏവനെങ്കിലും ഒരുത്തം പ്രൂവ് ചെയ്യടാ ആ ഗെയിം കളിച്ചിട്ട് നിനക്ക് കാശ് കിട്ടണമായിട്ട്. മറ്റേ അപ്പുറത്തിരിക്കണവനെ കൊണ്ടിട്ട് നിൻ്റെയൊക്കെ മറ്റേ അക്കൗണ്ട് കാശ് എടുപ്പിച്ചിട്ട് ആ പറ്റിപ്പില്ലല്ലേ. പ്രോപ്പറായിട്ട് ഈ ഗെയിം ഇങ്ങനെയാണ്, ഇതിങ്ങനെ കളിച്ച് അത് ലൈവ് സ്ട്രീം ചെയ്. നമ്മളൊക്കെ BGMIയും മറ്റേ പല കളികളും നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യടാ. നല്ല കാര്യമില്ല, നാട്ടുകാർക്ക് കാശ് കിട്ടണ പരിപാടിയാണ്. നീയൊക്കെ പറയണ പോലെയാണെങ്കിൽ ഓരോ ഗെയിം കളിക്കുമ്പോൾ 5000 വീട് വാങ്ങിക്കാം, കല്യാണം നടത്താം, കണ്ടവനെ സഹായിക്കാം, മറ്റേ റോൾസ് റോയ്സ് മേടിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കും കാണണം, ഞാൻ കാണും. നിങ്ങളിട്ട് ലൈവ് സ്ട്രീം എനിക്ക് കാണണം. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെല്ലാം കയ്യിൽ ഐഫോണല്ലേ ഇരിക്കണത്, ധൈര്യമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യും. അറിഞ്ഞുകൂടെങ്കിൽ കണ്ടവരുടെ അടുത്ത് പറ. എല്ലാവർക്കും അറിയാം ലൈവ് സ്ട്രീം എങ്ങനെ ചെയ്യാനുള്ളതെന്ന്. പ്ലീസ് ഡൂ ദാറ്റ്. എനിക്കും കാണണം എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു വീട് മേടിക്കാൻ പറ്റുന്ന ലെവലിലൊക്കെ ഒരു കാശുണ്ടാക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടെങ്കിൽ അത് പിന്നെ അറിയണമല്ലോ ഇവിടെ. സോ അതുകൊണ്ട് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നിടത്ത് ഞാൻ വളരെ എന്തായിട്ട് പറയാം, റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയുകയാണ്. ഒന്നെങ്കിൽ ഈ സാധനം ലൈവ് സ്ട്രീം ഇട്ട് നമുക്ക് കാണിച്ചു തരിക. നിങ്ങൾക്ക് കാശിങ്ങനെ കുടുകുടുന്ന് പറഞ്ഞ് കിട്ടണതേ പിന്നെ കൊള്ളായിരുന്നു. അതാണ് ഞാൻ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്. എനിക്കും കാശുണ്ടാക്കുന്നുണ്ട്, നമ്മളും എല്ലാവരും കാശുണ്ടാക്കാനാണ് ജീവിക്കുന്നത്. ആ ഒരു സെൻറ്റിമെൻറ്റിനെ കയറി പിടിച്ചിട്ട് ഉണ്ടാക്കല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാ ഈ ലോകത്തുള്ള ഈച്ച് ആൻഡ് എവ്രി വൺ, ഓക്കെ ലെറ്റ്സ് എ മെജോറിറ്റി ഓഫ് പീപ്പിൾ, വിച്ച് ഇസ് എ ഹ്യൂജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടത് കാശാണ്. അവർക്ക് എല്ലാവർക്കും കാശുണ്ടാക്കണം. അത് പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ നിന്നും കാശുണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ നമുക്ക് എൻക്വയറി വരും. ഞാൻ എല്ലാം പറയും. ചിലതൊന്നും എനിക്ക് മാനസികമായിട്ട് പറ്റൂല. ഞാൻ പറയും പറ്റൂലടേ, അത് ശരിയാവില്ല. ഗെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ട വഴി ഓടാൻ പറയാം. അവനൊക്കെ പൂരി തെറി വിളിച്ചിട്ട് പറയും, ഇനി മേലെ എന്നെ കോൺടാക്ട് ചെയ്യില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഫിൽട്ടർ ചെയ്യണോടെ. നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കാശ് വെച്ച് കളിക്കാതെടാ, അല്ലെങ്കിൽ കളിക്കാതെടി. വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി പോർച്ചുഗലിലാണ്. പുള്ളിക്കാരി പോർച്ചുഗലിൽ പോയി അവന്മാർ പറ്റിച്ച്. ആ സ്ഥാപനം എന്നെ അപ്രോച്ച് ചെയ്തതാണ് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ. അവൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ഒന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ നല്ല കാര്യത്തിന് ഞാൻ അത് പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ അവൾ അവിടെ പോയി അനുഭവിച്ച്, അവിടെ പോയപ്പോൾ അവർ പറ്റിച്ച്. ഇതാണ് അവസ്ഥ. ഈ പറയുന്ന ഇമിഗ്രേഷൻ്റെയും ഇവിടെ നിന്ന് സ്റ്റഡി എബ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അടക്കണവന്മാർ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണവന്മാരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല. അതേ അവസ്ഥ തന്നെയാണ് ഈ ഗെയിം വെച്ചിട്ട് കളിക്കുന്ന പരിപാടി. അതേപോലെ AI വെച്ച് തട്ടിക്കണം. കഴിഞ്ഞ ഫ്രാൻസിൽ ഏതോ ഒരു ചേച്ചിയെ ബ്രാഡ് പിറ്റിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പാവം ആ ചേച്ചിയെ പറ്റിച്ച്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരുന്ന കാശ് മൊത്തം എടുത്ത് ബ്രാഡ് പിറ്റിന് ക്യാൻസറിന്. കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ നടന്ന സംഭവമാണത്. ബ്രാഡ് പിറ്റിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ബ്രാഡ് പിറ്റ് ഈ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്തിട്ട് AI ജനറേറ്റഡ് ഇമേജ് ഒക്കെ അയച്ചു കൊടുത്ത് പുള്ളിക്കാരി വട്ട ലൈനി ബ്രാഡ് പിറ്റ് പോലും അറിഞ്ഞിട്ടില്ല. ആൾക്കാരെ പറ്റിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്ന് പറയണ്ട. വളരെ ഞാൻ പറയും, ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ പല കാര്യങ്ങളും ചിന്തിച്ചും കണ്ടുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 10 ഫെയിം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഞാൻ പറയും നിങ്ങൾക്ക് കാശ് കിട്ടും, എനിക്കത് മനസ്സിലാവും. യു ഹാവ് ടു സർവൈവ്, ബട്ട് യെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ
ഈ കിട്ടിയ ആ ഒരു വിശ്വാസത്തിനെ കൊണ്ട് കളയരുത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നടേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ക്രെഡിബിലിറ്റി വിച്ച് യു ഹാവ് ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ സോഷ്യൽ മീഡിയ ക്രിയേറ്റർ. വളരെ വളരെ വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. എനിക്കൊക്കെ അറിയാവുന്നവർ വരെ ഇതുപോലത്തെ കൂതറം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ Dream11 പോലത്തെ ഗാംബ്ലിംഗ് ആപ്പ് ഉണ്ട്. അത് പക്ഷേ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത ആപ്പുകളാണ്. അതും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ആൾക്കാർക്ക് ഗാംബിൾ ചെയ്യാം. അത് ഞാൻ പറയാം, ഇപ്പം ലാസ് വേഗാസ് എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അമേരിക്കയിൽ, അവിടെ ഗാംബ്ലിംഗ് ആണ്. ഏറ്റവും കൂടുതൽ കാശ് വരണമെന്നത് ഗാംബ്ലിംഗ് ആണ്. അത് ആൾക്കാർ ഡെലിബറേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് പോവും, ചിലപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഗാംബിൾ ചെയ്യണവന്മാർക്കുള്ള സാധനമാണ് അത്. പണ്ട് രാജാക്കന്മാരെ കാലം തൊട്ടേ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങൊക്കെ ഉണ്ട്. അത് ഓക്കെ. പക്ഷെ ഈ ലീഗലാ പോലും അല്ലാത്ത സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യണത്? ഞാൻ തന്നെ പറഞ്ഞു, Dream11 ഒരു ഞാൻ പറയാം ഗാംബ്ലിംഗ് ആപ്പ് ആണെങ്കിൽ പോലും അത് അറ്റ്ലീസ്റ്റ് ലീഗലാണ്. ഗവൺമെൻറ്റിൻ്റെ സകല സാധനങ്ങളും വെച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ വന്നിരുന്ന് മറ്റേ ഇത് പറയണവന്മാരൊക്കെ വലിയ ടീമുകളാണ്, ക്രിക്കറ്റിലുള്ളവന്മാരൊക്കെ തന്നെ. പിന്നെ മറ്റേ സാധനം ഷാറൂഖ് ഖാൻ തൊട്ട് എല്ലാ ഖാൻമാരും കിടിലങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ് പാൻ പരാഗ്. എന്നാലോചിക്കുകയാണ്, അതും ശോകമാണ്. അപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിരിക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പാൻ തുപ്പി അടക്കും. എന്നിട്ട് പറയും ഷാറൂഖ് ഖാൻ ചെയ്യണുണ്ടല്ലോ, പിന്നെന്ത് ഞാൻ ചെയ്താലെന്ന് പറയും. മറ്റേ പാൻ മസാലയുടെ പരസ്യം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കോമഡി ആയി പോകും കേട്ടോ. പിന്നെ നമ്മുടെ ജംഗ്ലി റമ്മിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പൊട്ട ആപ്പാണ്. പക്ഷെ ഇവിടെ ഇതുണ്ട്, ലീഗലാണത്. ലാലാണോ അത് ചെയ്യണത്? അപ്പോൾ ലാല് അപ്പോൾ നമ്മൾ പറയാം ലാലിന് ആദ്യം നീ ഇപ്പോൾ ലാലിനെ നിർത്തണം, എന്നിട്ട് ഞാൻ നിർത്താമെന്ന് പറയും. ഓക്കെ ഫൈൻ, ലീഗലൈസ് ആയിട്ടുള്ള സാധനം ചെയ്യണേ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും സേഫ് ആയിരിക്കും. ഇത് നാളെ നിങ്ങൾ ഈ പറയണ കൊതച്ച ഈ പേരും നാളും ലീഗലും അല്ലാത്ത സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് നാട്ടുകാർ ഒന്ന് കുത്തിന് പിടിച്ച് ഇടി തരും. മറ്റേത് അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യാം, ഞാനൊരു ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത ആപ്പിനെയാണടേ പ്രൊമോട്ട് ചെയ്തത്, നമ്മളെ പേരിലല്ലടേ, ഞാൻ ജസ്റ്റ് ഒരു അംബാസിഡർ ആണടേ എന്ന് മാത്രം പറഞ്ഞെങ്കിലും പോവാം. അതുപോലെ അല്ലാത്ത എന്തിരിക്കും? ഞാൻ കാര്യമായിട്ടും പറയണം, നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടാവണമല്ലോ. പഠിപ്പും വിവരവും ബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഏത് ബ്രാൻഡ്, ഇവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇവർക്ക് എന്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ സാധനം യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ചോദിക്കുക, എടാ നീ യൂസ് ചെയ്തിട്ട് നിനക്ക് എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ നീ സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് നോക്കണം, നിനക്ക് കാശ് ശരിക്കും കിട്ടണം. ഞാൻ പറഞ്ഞില്ല, ലൈവ് സ്ട്രീം ഇടുക. അത് ഞാൻ ഇപ്പോഴും മസ്റ്റായിട്ടും പറയാണ്, ഈ ടൈപ്പ് ആപ്പ് പ്രൊമോട്ട് ചെയ്യണമാതിരി ലൈവ് സ്ട്രീം ചെയ്യുക. നമുക്ക് അറിയണം, ഇഷ്ടംപോലെ കാശ് കിട്ടുമല്ലേ, 5, 10, 10, 20, 25 നമുക്ക് കാണിച്ചാൽ നല്ല കാര്യമല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രേഡിങ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ അങ്ങനെ മരിച്ച് അതിൽ കിടന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കും മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്ത് കമ്പനിയുടെ ഇതൊക്കെ അനുസരിച്ച് കമ്പനിയുടെ പുതിയ അനൗൺസ്മെൻറ്റ് നോക്കി അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഫോർകാസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അവർ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ കാശ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. പക്ഷേ അവിടെ ഹൈ റിസ്ക് ആണ്. പിന്നെ ഒരു ലോ റിസ്ക് ആയിട്ടുള്ളത്, നമുക്ക് FD ഇടാം, റിക്കറിങ് അക്കൗണ്ട് ഇടാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇതുവരെയായിട്ട് ഇടിയാത്ത ഒരു സാധനം ഗോൾഡാണ്. ഇനി എന്തെങ്കിലും ഇടിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരു പവനൊക്കെ എനിക്ക് 60-65 രൂപ എന്തോണം. അതിനും കൂടി കാണും ചിലപ്പോൾ, ഒന്നും പറയാൻ പറ്റൂല. പണ്ട് എൻ്റെയൊക്കെ കൊച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് 15,000 രൂപ എന്തുവായിരുന്നു, 15 രൂപയെ 15,000 രൂപയായിരുന്നു ഗോൾഡ്. ഇപ്പോൾ ഒരു പവൻ 65 അങ്ങനെ എന്തോ ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡോളറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഫോറക്സിൽ നിങ്ങൾക്ക് SIP ഇടാം. അതേപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ
ഈ പറയുന്ന SIP ആണെങ്കിൽ ഇതൊക്കെ ലോങ് ടേം ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. നമുക്ക് നാളെ തന്നെ 10 രൂപ കിട്ടൂല, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു വിഷമം. ഇപ്പം FD ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാലോ, അത് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോ വർഷത്തിൽ നമുക്ക് ഇത്ര കാശ് കിട്ടും. പിന്നെ ഒരു പരിപാടിയുണ്ട്, നമുക്ക് 10 വർഷത്തേക്ക് ഓരോ ലക്ഷം രൂപ വെച്ച് വിട്ട് ഒരു 10 വർഷം പിന്നെ ആ പൈസ അനക്കാൻ പറ്റൂല. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു 20-25 ലക്ഷം രൂപ കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്കീമുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കീമുണ്ട്. പക്ഷേ ഇതൊക്കെ ലോങ് ടേം ആണ്. ഇതൊന്നും നിങ്ങൾക്ക് ഇന്ന് കാശ് കിട്ടൂല. ഇന്ന് നമ്മൾ 10 ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം 20 കിട്ടുന്ന പരിപാടിയില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എനിക്കത് ഉറപ്പായി പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ ഇൻവെസ്റ്റ് ചെയ്തേനെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാടേ അങ്ങനെ ഒരു പരിപാടി? ഇന്ന് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടാൽ അടുത്ത മാസം നമുക്കത് 1 ലക്ഷം അല്ലെങ്കിൽ 50,000 രൂപ നമുക്ക് നമ്മുടെ മാസമായിട്ട് കിട്ടുമെന്ന് പറയുന്ന പരിപാടി ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. അവന്മാർക്ക് എന്താ ലാഭം അതിൽ നിന്ന്? അവന്മാരെന്താണ് അവിടെ ചെയ്യണം? കള്ളക്കടത്താ? അതാ മറ്റേ ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം? എന്താണ് പരിപാടി? ഇതുപോലെയൊക്കെ പണ്ട് എന്തോന്നും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു ചിട്ടി ഫണ്ടിനെ ചാനലുകാർ പ്രൊമോട്ട് ചെയ്തതാണ്. ലിസ്സോ അങ്ങനെ എന്തോ, ഞാൻ ഓർമ്മയില്ല. പണ്ട് ഭയങ്കര പരസ്യമായിരുന്നു. എപ്പോൾ നോക്കില്ല, ഏത് ന്യൂസ് ചാനലിൽ വെച്ചാലും എവിടെ വെച്ചാലും ലിസ് എന്തോ, എനിക്ക് ആ കമ്പനിയുടെ പേര് ഞാൻ മറന്നു. പക്ഷെ അവർ തട്ടിപ്പായിരുന്നു. എപ്പോൾ എല്ലാം തന്നെ കാശും കൊണ്ട് മുങ്ങി. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ മാത്രമൊന്നുമല്ല, എല്ലാവരും എല്ലായ്പ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് ബോധമൊക്കെ വെച്ചിട്ട് കാര്യം ആലോചിക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായിരുന്നു. അതാണ് മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചിന്തിച്ച് ഒരു സാധനം അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന തലച്ചോറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. ബേസിക് ആയിട്ട് അറിയാണ്, ഒരു കമ്പനി പറയാണ് നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം ഞാൻ ഓരോ മാസം 50,000 രൂപ തരുമെന്ന്. നിങ്ങൾ ചോദിക്കൂലേ എങ്ങനെയാണ് അത് തരുന്നത്? അപ്പോൾ അവന്മാർ കുറേ കൊണ അടിക്കും. അപ്പോൾ ആ കൊണ നല്ലതാണ്, കറക്റ്റാണെന്ന് ഏതെങ്കിലും ബോധമുള്ള എക്സ്പേർട്സ് ഉണ്ട് മാർക്കറ്റിൽ തന്നെ, ഈ പറയുന്ന ട്രേഡേഴ്സും ഇവരെ കൊണ്ട് അവർക്ക് പോയി ചോദിക്കണം. അവരൊക്കെ പറഞ്ഞു തരും. അതിനാണ് അവർ എക്സ്പേർട്സ് നമ്മൾ പറയുന്നത്. അവരൊരിക്കലും നിങ്ങളെ പറ്റിക്കില്ല. ബിക്കോസ് അവർക്ക് റിയാലിറ്റി അറിയാം. കാശൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക, ക്യാഷ് എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ പറയും, നിങ്ങൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുക, അത് അങ്ങനെ ഒരു പെട്ടെന്ന് കാശ് ഉണ്ടാക്കി നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ് ക്ലിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോടികളുണ്ടാക്കാം. അതേപോലെ റിയൽ എസ്റ്റേറ്റ്, ദുബായിലൊക്കെ റിയൽ എസ്റ്റേറ്റിൻ്റെ മാറ്റമാണ്, ബൂമാണ്. ഇവിടെയൊക്കെ ഒരു മറ്റേ ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് അപ്പം തന്നെ എല്ലാണോ പോയി മേടിക്കും. എന്നിട്ട് ഈ പ്രോജക്റ്റ് തുടങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ നോക്കും, മാർക്കറ്റ് നോക്കും, എത്ര രൂപ അവിടെ ആ ഒരു ഏരിയയിൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ടോ. ഇപ്പം MRൻ്റെ ഇതാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. അവന്മാർ MR എന്ത് തുടങ്ങിയാലും അതിൻ്റെ സറൗണ്ടിങ്സിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരും. അപ്പം ഓക്കെ അവിടെ ഒരു ഇത് വന്നു, അപ്പം നല്ലൊരു ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് തുടങ്ങും. ആ സ്ഥലത്ത് വീടുണ്ടോ, നമുക്ക് ആ സ്ഥലത്ത് വീട് മേടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ഡിമാൻഡ് വരും. അപ്പോൾ ഇവർ വിൽക്കും. അവർ മേടിച്ച കാശിനെക്കാട്ടിലും ഡബിൾ ദ എമൗണ്ട് ആയിരിക്കും വിൽക്കുന്നത്. അതായത് നിങ്ങൾ ആ സ്ഥാനത്ത് കയറി താമസിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ലാഭം അടിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലും കാശുണ്ടാക്കാം. അതാണ് പറയണത്. നമുക്ക് അങ്ങനെ കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ചിന്തിച്ചും കണ്ട് ചെയ്ത് ഇതുപോലത്തെ കൂതറ പരിപാടിയിലൊന്നും പോയി വീഴില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദൈവത്തിന് ഓർത്ത് നിങ്ങളെ കാല് പിടിക്കുക. നിങ്ങളൊരു സാധനം കാണുക ചെയ്തു. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇമെയിൽ ID വരുന്ന ഓരോരോ ലിങ്കും, അതുകൂടെ എടുത്ത് പറയാണ്. ഓരോ ലിങ്ക്, നിങ്ങളുടെ ഇമെയിൽ വരുന്ന ഓരോ ലിങ്കും നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം നെക്കേണ്ടത്. പല രീതിയിലും ഫ്രോഡുകളാണ് ഇപ്പോൾ ഇവിടെ. അതായത് നമ്മളെ സാധന സിസ്റ്റത്തിൽ കയറി മെനക്കെടാനായിട്ട് കുറേ എണ്ണം കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മളുടെ യൂട്യൂബ് ഹാക്ക് ചെയ്യാൻ, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ, അങ്ങനെ പല രീതിയിലും പല ലിങ്കും അയച്ചാലും പല രീതിയിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി. പെട്ടെന്നൊക്കെ നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, നിങ്ങൾ ആർക്കോ പെട്ടെന്ന് ഏതോ ഒരു ആപ്പ് വഴി കാശ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് വരികയാണ്. നിങ്ങൾ കയറി ലിങ്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യും പേടിച്ചിട്ട്. ഞാൻ തന്നെ പറയാം, എപ്പോഴും നമ്മൾ ഈ വരുന്ന ഇമെയിൽ IDയും നമ്മുടെ SMS-ഉം 10 പ്രാവശ്യം ചിന്തിച്ച് വേണം ക്ലിക്ക് ചെയ്യേണ്ടത്. കൂട്ടുകാരൻ്റെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവനെ വിളിക്കുക, ഫോണുണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് നീ എനിക്ക് വല്ല ലിങ്ക് അയച്ചു തന്നാ എന്ന് ചോദിക്കുക. അവ അയച്ചിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അയക്കണ ലിങ്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം, എന്താണിത് എന്ന് ചോദിക്കാം, എന്ന് ചോദിക്കണം.
അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ നിങ്ങൾ കുറേ ഇൻഫ്ലുവൻസറായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിതുപോലെ നടക്കരുത്. അതേപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന എല്ലാ സാധനങ്ങളും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വെക്കരുത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൊമോട്ടിങ് ലിറ്ററലി എവറിത്തിങ് ഓൺ യുവർ പേജ്. നിങ്ങൾക്ക് ഫെയിം കിട്ടിയതിന് പല റീസൺസും ഉണ്ടാവാം. നിങ്ങൾ നല്ലൊരു റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാവാം, നിങ്ങൾ നല്ലൊരു ഡാൻസ് കളിക്കുന്ന ആളാവാം, നിങ്ങൾ നല്ല രീതിയിൽ ഹ്യൂമർ കോണ്ടന്റ് ചെയ്യുന്നവരാവാം, നിങ്ങൾ പല രീതിയിലും ആവാം, പല ടൈപ്പ് ഓഫ് കോണ്ടന്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആ കോണ്ടന്റ് കാണാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. അല്ലാതെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എന്തിട്ടാലും പ്രൊമോഷനാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ എന്തിട്ടാലും പ്രൊമോഷൻ എന്തിനു കൊള്ളാം? നിങ്ങൾക്ക് തന്നൊരു ട്രസ്റ്റ് ഉണ്ട്, അതായത് ഇന്ന ആൾ ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനത്തെ കോമഡി സാധനം ചെയ്യും, അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് അയാളെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആ പേജിൽ പിന്നെ കോമഡിയേ വരില്ല. വല്ലപ്പോഴും അങ്ങേക്ക് ഒരു മൂഡ് തോന്നി ഒരെണ്ണം ഇടും, ബാക്കി 10 ഇതായിരിക്കും, പ്രൊമോഷനായിരിക്കും. നിങ്ങൾ വന്നോ, ഇവിടെ സൂപ്പറാണ്, നിങ്ങൾ ഇത് കണ്ടോ, അടിപൊളിയാണ്, നിങ്ങൾ ഈ സാധനം കണ്ടോ, കിടിലമാണ്, ഈ പറച്ചിലായിരിക്കും. അതല്ല, അതും വേണം, അത് മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേണം, അത് പക്ഷേ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കണം. ഞാൻ ഇത് ഇടുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് ബെനിഫിറ്റ് ആവുമോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. അത് ഹൈ ടൈമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, ഞാൻ 2000 രൂപ 3000 രൂപയൊക്കെ ഹെഡ്സെറ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കമ്പനി അടുത്ത് പറയും, ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതെൻ്റെ പേജിൽ കയറുള്ളൂ അണ്ണ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അത് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പം എന്നെ അപ്രോച്ച് ചെയ്ത ഏത് TWS അല്ലെങ്കിൽ സ്പീക്കർ ബ്രാൻഡ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് നോക്കിയും കണ്ടേ അത് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ മാനത്ത് നിന്നിട്ട് അവരൊരു സാധനം തന്നു വെച്ചിട്ട് ആ സാധനം എഴുതി ഇത് കൊള്ളാടെ എന്ന് പറയുന്ന പരിപാടിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത് എവിടെയെങ്കിലും അത് ബെനിഫിറ്റ് ആണോ, അതിൽ രസമുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, പണ്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. എൻ്റെ ഇനിഷ്യൽ ടൈമിൽ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ എനിക്കത് റോങ് അടിച്ച്. ഞാൻ അപ്പോൾ തന്നെ പറയട്ടെ, ഇനി ഈ സാധനം വേണ്ട, ബിക്കോസ് ഡസൻ മേക്ക് എനി സെൻസ്. അന്ന് ഞാൻ പറയാം, അന്ത കാലത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ഒരു ഇനിഷ്യൽ ടൈമിലാണെന്ന് ബിനോമോയോ അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെയാണ് വർക്കാവുന്നത്. എന്തോ ഒരു ഗ്രാഫ് മോളിൽ പോയി എന്നിട്ട് ആ ഗ്രാഫ് ഇന്ന് കുറേ കാശ് കിട്ടും എന്നതിനൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇതെന്താ ഈ ഗ്രാഫ്, ഇതെന്താ സാധനം, ഇതെങ്ങനെ ഇത് വർക്കാവുന്നത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല. അപ്പോൾ തന്നെ എനിക്കണ ആ സാധനം ചെയ്തത് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഞാൻ പറയും, ചില അബദ്ധം നമ്മൾ പറ്റാടെ, നമ്മൾ പക്ഷേ അറിഞ്ഞുകൊണ്ട് അബദ്ധമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിയണമെന്നുണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് നൈസ്. നമുക്കറിയാം നമ്മൾ ആ ചെയ്യുന്നത് തെറ്റാണെന്ന്. അത് നല്ലതല്ല. നമ്മളെല്ലാവരും തികഞ്ഞവരല്ല, നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. ആ അബദ്ധമാണെന്ന് മനസ്സിലാക്കി ചെയ്യാതിരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ആ ട്രസ്റ്റ് വരുന്നത്. നമുക്കൊക്കെ ഇത് പറയാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നീയാണോടെ നമുക്ക് ചിലവിന് തരുന്നത് തന്നെ, നീ എനിക്ക് 10 രൂപ തരുവോടെ ചിലവിനൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ അത് ഓക്കെ, that doesn't mean you can literally blindly പറ്റിക്കൽ പീപ്പിൾ മാൻ. അത് നടക്കൂല. നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ വേറെ ചില കൂലിപ്പണിക്കും പോകണം. അല്ലാതെ ബാക്കിയുള്ളവരെ കാശ് വെച്ചിട്ട് കളിക്കണ പരിപാടി അല്ലടേ. അത് എവിടെയും ഞാൻ പറയും, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ നൈസ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ബി എ ബിറ്റ് റെസ്പോൺസിബിൾ. ഹൈറ്റായി ഇനിയെങ്കിലും നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. ചിന്തിച്ചും കണ്ടും നിങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കണോടെ. ഇല്ലെങ്കിൽ സത്യമായിട്ട് നിങ്ങൾക്കിത് ബാക്ക് ഫയർ അടിക്കും. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാ വിശ്വാസം നാട്ടുകാർക്ക് പോയി കഴിഞ്ഞ് ഇപ്പം തന്നെ എത്രയോ പേരെ കോമഡി പീസാക്കിയിട്ട് എന്തൊക്കെയാണ് പറയണത്. ഞാൻ പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ ഞാൻ ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. പിന്നെ നിങ്ങൾ വേറെ വല്ല പരിപാടിയും നോക്കുക. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചില എന്താ പറയുക കോഡുണ്ട്. ആ കോഡ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാ നിങ്ങൾ ഞാൻ സേഫാണ്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഇത് പ്രൊമോട്ട് ചെയ്തല്ലേ ഉള്ളൂ, ഞാൻ കാശ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങളും റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്.
ഞാൻ പറയാം അബദ്ധം പറ്റാം, അത് ഫൈൻ. അബദ്ധമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് കോമഡി. ഞാൻ പറയാം പല ആൾക്കാർ കല്യാണമൊക്കെ മറ്റേ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണവരെ കൈയും കളിച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ. എങ്ങനെയാണ് ഇതൊക്കെ ബ്ലൈൻഡ് ആയിട്ടൊക്കെ നിങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറയാം, നിങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കണേ? ഞാൻ ഇപ്പോൾ എഴുതി വെച്ച് തരാം, യവന്മാർക്ക് എല്ലാം അതിന് കാശ് കിട്ടണമുണ്ട്. കാശിനുള്ള പണിയാണ് ഇവരെടുക്കണം, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ഇവന്മാരാരും ഗെയിം കളിക്കുന്നില്ല. അവന്മാർ ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ ഇപ്പോഴും പറയാണ്, ലൈവ് സ്ട്രീം ഇട്, നമുക്ക് കാണിച്ചാ 10 രൂപ അങ്ങനെ കിട്ടുമെങ്കിൽ എനിക്കും അറിയണം, അത് എനിക്കും ഉണ്ടാക്കണം അങ്ങനെ കാശ്. ലൈവ് സ്ട്രീം, നിങ്ങൾ എങ്ങനെയാണ് ഗെയിം കളിക്കണം, നിങ്ങൾ എന്ത് ഗെയിമാണ് കളിക്കണം, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടണം എന്ന് നമുക്ക് അറിയണം. എത്ര ചെറുക്കന്മാർ BGMI കളിക്കുന്ന സമയത്തിൽ ഇവിടെ ആൾക്കാർ മറ്റേ ലൈവ് വെച്ച് മറ്റേ സ്റ്റിക്കർ അയച്ചു കൊടുക്കണം, സൂപ്പർ ചാറ്റ് അയച്ചു കൊടുക്കണം. അത് അവന്മാർക്ക് കിട്ടുന്ന കാശാണത്. അവർക്ക് കിട്ടുന്ന കാശാണ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന കാശാണ്. അതേപോലെ വ്യൂസിന് അവന്മാർക്ക് ചിലപ്പോൾ കാശ് കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഡിസ്കോഡ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതും കിട്ടൂല. അവർക്ക് കോപ്പി റൈറ്റ് അടിച്ചു കൊടുക്കും എന്തെങ്കിലും പാട്ടും ഡാൻസൊക്കെ വരുമ്പോൾ. അപ്പം ഞാൻ പറയണത്, നിങ്ങൾ ഒന്നെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണടേ. അപ്പം സോഷ്യൽ മീഡിയ, പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വേറൊരു കേസുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു പടം, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐഡൻറ്റിറ്റിയിലൊക്കെ ഏകദേശം ഒരേ സാധനമാണ് നിങ്ങൾ കാണുന്നത്. അതായത് പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ച് അവരെ അബ്യൂസ് ചെയ്യുക. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര്, കുറച്ച് പേര്, നോട്ട് ഒരുപാട്, കുറച്ച് ക്രിമികളുണ്ട്. ആ ക്രിമികൾ വന്നിരുന്ന് ഇവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ കാശ് ചോദിച്ചിട്ടുണ്ടാവാം, ചിലപ്പം ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം, പല രീതിയിലും. അതും ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഫേമസ് ആയി എന്ന് പറഞ്ഞിട്ട്, അതും എസ്പെഷ്യലി മൈനർ കുട്ടികളാണ് ഇതിൽ വീണു വന്നത്. ബിക്കോസ് അവരുടെ പ്രായം അങ്ങനെയാണ്. അവർക്ക് ആൾക്കാരുമായിട്ട് ക്രഷ് തോന്നാം, അവർക്ക് ആൾക്കാർക്ക് ഒരു അഫെക്ഷൻ തോന്നാം, ഒരു ഇൻഫാക്ച്വേഷൻ തോന്നാം. ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതും വളരെ മോശമാണ്. എനിക്ക് പച്ചയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അത് വളരെ മോശമാണ്. എസ്പെഷ്യലി മൈനേഴ്സിനെ ഒന്നും ഇങ്ങനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല. അവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, യു ജസ്റ്റ് ഇഗ്നോർ ദം. അതല്ലാതെ അവരെ ഫിസിക്കലിയോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അതെനിക്കിവിടെ പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ മൈനർ മാത്രമല്ല, ഏതൊരു പെൺകുട്ടികളെയും നിങ്ങൾ ഫേമസ് ആണ് എന്നുള്ള രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, കൺസെൻഷ്വൽ ആയിട്ടുള്ള സാധനം, ദാറ്റ് ഇസ് ഫൈൻ, ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫൈൻ മാൻ. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ആ ഒരു കുഴപ്പമില്ല, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ പറഞ്ഞ് പറ്റിക്കുക, പലയിടത്തും കൊണ്ടുപോയി വളരെ ഫോഴ്സ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യുക, വെരി റോങ്. അതും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ബാധകമാണ്. സിനിമാക്കാരെ പോലെ തന്നെയാണ് നിങ്ങൾ. നിങ്ങളടുത്ത് ആരാധന തോന്നി പലരും വരും, പലതും പറയും. അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിർത്തലെന്നാണ് മലയാളത്തിൽ പറഞ്ഞു വന്നത്. മനസ്സിലായ? അതായത് ഉണ്ടാക്കാൻ പോവില്ലെന്ന് അവരിങ്ങോട്ട് പറയാണ്, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, നിങ്ങൾക്കും ആവശ്യത്തിനാണെങ്കിൽ ചിലപ്പോൾ അവന്മാർ വല്ല ഹണി ട്രാപ്പ് കോപ്പൊക്കെ ആയിരിക്കും, അപ്പോഴേക്കും ചട്ടി പുറത്തിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, അത് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇവിടെ കൺസെൻഷനാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഹണി ട്രാപ്പ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. അതാണ് പറയുക, എല്ലാത്തിനും കോൺസിക്വൻസസ് ഉണ്ട് ഈ ലോകത്ത്. മെയിനായിട്ടും പറയാനുള്ളത്, മൈനേഴ്സിനെ വിട്ട് വയ്ക്കുക. അവർ അത് വിടുക, ആ ഒരു കാറ്റഗറിയെ നല്ലതല്ല. ലെറ്റ് ദം ഹാവ് ദെയർ ലൈഫ്. അവർ വന്ന് ചേട്ടാ സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ താങ്ക് യു മോളെ, കഴിഞ്ഞു. അതെനിക്കിവിടെ പറയണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ നമുക്ക് ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ ക്രിയേറ്റർ, ആസ് എ സോഷ്യൽ മീഡിയ സ്റ്റാർ, നമുക്കൊരു കുറച്ച് കോഡ് ഓഫ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ജീവിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നാട്ടുകാരെന്ന് ഇടിയിട്ടു, നാട്ടുകാർ കയറി ഇടിക്കും. നമുക്കൊന്നും ബോഡി ഗാർഡ് പോലും ഇല്ല, വെച്ചാലും അവന്മാർക്കും കിട്ടും. ഞാൻ കാര്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കുക, ആൾക്കാരെ പറ്റിക്കാതിരിക്കുക. ഡോണ്ട് മാനിപ്പുലേറ്റ് പീപ്പിൾ. ജസ്റ്റ് ബി. നിങ്ങളുടെ ജോബ് ഒരെണ്ണമുണ്ട്, ദാറ്റ് ഈസ് ടു എൻ്റർടൈൻ പീപ്പിൾ, ദാറ്റ് ഈസ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ, ദാറ്റ് ഈസ് ടു ഷെയർ ഇൻഫർമേഷൻ ടു വാട്ട് എവർ.
നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റാർ ആയത്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ വളരെ നിങ്ങൾക്ക് കറക്റ്റാണെന്ന് അല്ലെങ്കിൽ 100% പക്കയായ പ്രോഡക്റ്റുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതൊന്നും ഈ ഒരു വിഷയമല്ല. ബട്ട് പ്ലീസ് ഡോണ്ട് പറ്റിക്കൽ പീപ്പിൾ. എനിക്ക് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് എഡ്യൂക്കേഷണൽ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ തെറ്റും ശരികളൊക്കെ കാണും. നിങ്ങൾക്ക് താഴെ വന്നതിൻ്റെ തെറ്റും ശരികളൊക്കെ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ ഷെയർ ചെയ്യാം. ഞാൻ പറയാം എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്ന കാര്യമുണ്ട് ഞാൻ പറയണം. ഞാൻ ഭയങ്കര ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്നതും ലൈഫിൽ കേട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ വന്ന് ഇവിടുന്ന് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ആർട്ടിക്കിൾ വായിച്ചായിരുന്നു, ഞാൻ മറ്റേ ബുക്ക് വായിച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ലടേ. അറിയാവുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ ലോകപരിചയവും അങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ ചിലപ്പോൾ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. ഞാനത് തിരുത്താൻ തയ്യാറുമാണ്. അത് എൻ്റെ രീതിയിൽ ഞാൻ നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞ പൊട്ടത്തരമാണെന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് ഐ വിൽ മൂവ് ഓൺ ആസ് വെൽ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും ഞാൻ ഒന്നും കൂടെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത പോഡ്കാസ്റ്റുമായി ഞാൻ പറന്നും ചാടിയൊക്കെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ഞാൻ ആശംസിക്കുന്നു ഗൈസ്. ബൈ ഗൈസ്, ടേക്ക് കെയർ.